നമ്മൾ കടക്കുകയാണ്. തനിക്കെതിരായ അന്വേഷണത്തിൽ സർക്കാരിനെയും DGPയെയും മറികടന്ന് വിചിത്ര ഇടപെടലുമായി ADGP MR അജിത് കുമാർ. അന്വേഷണം നടത്തുന്ന സംഘത്തിലെ IG-യും DIG-യും തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. ഈ രണ്ട് ഉദ്യോഗസ്ഥരും DGPയെ റിപ്പോർട്ട് ചെയ്താൽ മതിയെന്നും ADGPയുടെ കത്തിൽ പറയുന്നു. വി വിനോദാണ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. അസാധാരണമായ ഒരു സാഹചര്യമാണ്. ഈ വിഷയം അങ്ങനെ അവസാനിക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടതല്ലേ വിനോദ്? പോലീസിലെ വലിയ ഒരു റിഫ്റ്റ് ഉണ്ട്. ഈ രണ്ട് ADGPയും DGPയുമായുള്ള വല്ലാത്ത റിഫ്റ്റ് ഉണ്ട്. അവിടെയും ഇപ്പോൾ ADGP നടപടി ഉണ്ടാകില്ല എന്ന ആത്മവിശ്വാസത്തിൽ കൂടുതൽ ഇടപെടലുകളിലേക്ക് പോകുന്നു എന്നുള്ളത് എവിടെ നിന്നോ ലഭിക്കുന്ന പിന്തുണയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് എന്നുകൂടെ കരുതണം വിനോദ്. രജിത് ആര്യ, നമുക്കിപ്പോൾ ADGPക്ക് അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് പറയാൻ കഴിയില്ല. കാരണം അന്വേഷണം തുടരുന്നേ ഉള്ളൂ. മുഖ്യമന്ത്രി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം അവരുടെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ സുൽദാസിന്റെ സസ്പെൻഷൻ, അത് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ട് ഈ സസ്പെൻഷൻ ഉത്തരവ് ഇട്ടത്. അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു നടപടിയിലേക്ക് പോകാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമായിരുന്നു. DIG അജിത ബീഗത്തിന്റെ അന്വേഷണ റിപ്പോർട്ട്, ഇതിൽ സുൽദാസിനെ കുറിച്ച് ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല DGP തന്നെ സുൽദാസിനെ കുറിച്ചുള്ള നേരിട്ട് അന്വേഷണം നടത്തുന്ന നിലയും ഉണ്ടായിരുന്നു. അദ്ദേഹം മലപ്പുറം SP ഓഫീസുമായി ബന്ധപ്പെട്ടാണ്, നേരത്തെ SP ആയിരുന്നു സുൽദാസ് അവിടെ. അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് DGP സ്വന്തം നിലയിലും നടത്തിയത്. അതിൽ ഈ സുൽദാസിന്റെ യാത്രകളും ബന്ധമുള്ള ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ പ്രത്യേക സേവനവും ഉറപ്പാക്കി. ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ സുൽദാസിന്റെ ബന്ധങ്ങൾ, അത് ഈ മണ്ണ് കോറി മാഫിയയുമായി ബന്ധമുണ്ട്, അങ്ങനെയുള്ള ബന്ധമുള്ള ഉദ്യോഗസ്ഥരുമായി അടുപ്പമുണ്ട്, യാത്രകളുടെ പരിശോധനകൾ, ഇതെല്ലാം വിലയിരുത്തിയ ശേഷമാണ് ഈ സസ്പെൻഷനിലേക്ക് പോകുന്നത്. അവിടെയാണ് MR അജിത് കുമാറിലേക്കുള്ള അന്വേഷണം കൂടി ഏത് നിലയ്ക്കാകും എന്നത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നത്. കാരണം സുൽദാസും MR അജിത് കുമാറും ഒരുമിച്ച് പ്രവർത്തിച്ചു. സ്വർണം തട്ടിയെടുക്കുന്നതിൽ ഉൾപ്പെടെ ഇവരുടെ പങ്കാളിത്തമുണ്ട്. ഇവർ ഒരുമിച്ചായിരുന്നു പ്രവർത്തിച്ചിരുന്നതെന്ന ആരോപണമാണ് PV അൻവർ ഉയർത്തുന്നത്. MR അജിത് കുമാറിന്റെ കത്ത്, അത് DGPക്കാണ് കത്ത് നൽകിയിട്ടുള്ളത്. അതിൽ പറയുന്നത് IG-യും DIG-യും, അതായത് ഈ അന്വേഷണ സംഘത്തിലുള്ള രണ്ട് ഉദ്യോഗസ്ഥരാണ്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ആയ സ്പർജൻ കുമാർ, അതോടൊപ്പം തന്നെ തൃശൂർ റേഞ്ച് DIG, രണ്ട് ഉദ്യോഗസ്ഥർ ഈ അന്വേഷണ സംഘത്തിലുണ്ട്. ഈ രണ്ട് ഉദ്യോഗസ്ഥരും തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന കാര്യമാണ്. അത് സ്വാഭാവികമായും അങ്ങനെ ഒരു നിലപാട് അജിത് കുമാർ എടുക്കുന്നത്, അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം നടത്തുന്ന സംഘത്തിലെ ഉദ്യോഗസ്ഥർ തനിക്ക് റിപ്പോർട്ട് ചെയ്താൽ സ്വാഭാവികമായും അതിന്റെ പേരിൽ പിന്നീട് ആരോപണം ഉയരാനുള്ള സാധ്യതയുണ്ട്. സ്വതന്ത്രമായ അന്വേഷണം നടക്കട്ടെ എന്നൊരു നിലയിലായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ ഒരു കത്ത് MR അജിത് കുമാർ DGPക്ക് നൽകിയത്. ആര്യ, വി വിനോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിനോദ്, ഇതിലൊരു മുഖം രക്ഷിക്കൽ അങ്ങനെ ഒരു സാധ്യത കൂടി ഇല്ലേ? കാരണം നേരത്തെ ഇപ്പോൾ തനിക്കെതിരായുള്ള അന്വേഷണം നടത്തണം എന്നുള്ള ആവശ്യവുമായിട്ട് ADGP തന്നെ ആദ്യം ഈ വിവാദം വന്ന സമയത്ത് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. പിന്നീടാണ് ഇപ്പോൾ ഈ വലിയൊരു വിമർശനം ഉയർന്ന ഒരു സാഹചര്യം. ഈ ഹെഡ് മാസ്റ്റർക്കെതിരെയുള്ള അന്വേഷണം നടത്തുന്നത് പിയൂണും ക്ലർക്കുമാണോ? അങ്ങനെയാണോ ഇത് അന്വേഷിക്കേണ്ടത്? ADGPയെ മാറ്റി നിർത്തിയല്ലേ അന്വേഷിക്കേണ്ടത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഈ കീഴ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് ചെയ്യുന്നത് ADGPക്ക് മുമ്പിലാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി താൻ പൂർണ്ണമായും ഈ അന്വേഷണത്തിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് എന്ന് കാട്ടി മുഖം രക്ഷിക്കാനുള്ളൊരു നടപടി കൂടിയാകുമോ ഈ കത്ത്? അങ്ങനെ കരുതണമോ ഇതിനെ? സ്വാഭാവികമായും തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ അജിത് കുമാർ ഇങ്ങനെ കത്ത് നൽകുമ്പോൾ, അല്ലെങ്കിൽ തന്റെ ഭാഗം കൂടി പരിശോധിക്കാമെന്ന് പരാതി നൽകുമ്പോൾ, ഇത്തരമൊരു കത്ത് അദ്ദേഹത്തിന്റെ ഭാഗം കൂടുതൽ ക്ലിയർ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി തന്നെയാണ്, മുഖം രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം തന്റെ കീഴിലുള്ള രണ്ട് ഉദ്യോഗസ്ഥർ നടത്തുന്ന അന്വേഷണം, അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൽ തന്റെ കീഴിലുള്ള രണ്ട് ഉദ്യോഗസ്ഥരുണ്ട്. അവർ തനിക്ക് തുടർന്ന് ഇങ്ങോട്ട് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. അതായത് ദൈനംദിന കാര്യങ്ങൾ, ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട് ലോ ആൻഡ് ഓർഡർ ADGPക്ക് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല റിപ്പോർട്ട് ചെയ്യുന്നത്, മറിച്ച് ദൈനംദിനം പോലീസിന്റേതായ കാര്യങ്ങളുണ്ട്, ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ പോലും തനിക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല, DGPക്ക് റിപ്പോർട്ട് ചെയ്താൽ മതിയാകും എന്നാണ് അജിത് കുമാർ പറയുന്നത്. അതായത് ഈ അന്വേഷണത്തിലുള്ള ഉദ്യോഗസ്ഥരെ ഏതെങ്കിലും തരത്തിൽ താൻ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊരു ആരോപണം പിന്നീട് ഉയരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം മുൻകൂട്ടി തന്നെ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നു എന്നതാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ അത് ശരിയുമാണ്. കാരണം അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്നത്, മറ്റേതെങ്കിലും ഒരു കാര്യത്തിൽ ബന്ധപ്പെടുന്നത് പോലും ആഗ്രഹിക്കുന്നില്ല എന്നൊരു കാര്യം, എന്നൊരു സന്ദേശം MR അജിത് കുമാർ പറയുന്നു. പക്ഷേ
PV അൻവറിന്റെ ആരോപണങ്ങൾ അതേപടി നിലനിൽക്കുകയാണ്. സുജിത്ദാസിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു. നേരത്തെ പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് സുജിത്ദാസിനെ സ്ഥലം മാറ്റുകയും DGPക്ക് മുന്നിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന നിർദ്ദേശവുമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അപ്പാടെ സർക്കാർ തള്ളിക്കളയുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കി. MR അജിത്കുമാറിന്റെ സ്ഥാനത്ത് നിന്ന് മാറ്റണം, സുജിത്ദാസിനെതിരെ നടപടിയെടുക്കണം തുടങ്ങിയ ആവശ്യങ്ങളാണ് PV അൻവർ ഉന്നയിച്ചത്. അദ്ദേഹത്തിന് ഈ അന്വേഷണ സംഘത്തിന്റെ കാര്യത്തിൽ തന്നെ ചില അതിർത്തികൾ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഏതായിരുന്നാലും അന്വേഷണം കഴിയട്ടെ, ആ അന്വേഷണം ശരിയല്ലെങ്കിൽ താൻ കൂടുതൽ ശക്തമായി വരും, പോരാട്ടം തുടരുമെന്നൊക്കെയാണ് അൻവർ വ്യക്തമാക്കിയിരുന്നത്. ഏതായിരുന്നാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആരോപണങ്ങൾ സർക്കാർ മുഖവിലക്കെടുത്തിരുന്നു, അല്ലെങ്കിൽ മുഖവിലക്കെടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ സുജിത്ദാസിനെതിരെ ചില തെളിവുകൾ ലഭിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം ഇന്നലെ അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു ആര്യ, ആദ്യ വിക്കറ്റ് വീണു എന്നാണ് അൻവറിന്റെ FB പോസ്റ്റ് ഉണ്ടായിരുന്നത്. നമ്മളിത് അന്ന് ഈ വാർത്ത വന്നപ്പോൾ നടപടി ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പ്രയോഗിച്ചൊരു പ്രയോഗമാണ് ആദ്യ വിക്കറ്റ്. ഇനി എത്ര തലകൾ ഉരുളാനുണ്ട്. പക്ഷേ ഇതൊക്കെ സുജിത്ദാസിനെ ബലിയാടാക്കിക്കൊണ്ട് ഇപ്പം ADGPക്കെതിരെയാണ് അതീവ ഗുരുതരമായ ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. കൊലപാതകമടക്കമാണ്, സ്വർണ്ണപ്പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടുള്ള ആരോപണമുണ്ട്, സോളാർ കേസും അട്ടിമറിച്ചു എന്ന ആരോപണമുണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്നലെ പുറത്തുവിട്ട അഭിഗേൽ സാറയുടെ അന്വേഷണം പോലും അട്ടിമറിച്ചു എന്ന തൃശൂർ പൂരം RSS മേധാവിയുമായിട്ടുള്ള കൂടിക്കാഴ്ച, അങ്ങനെ നിരവധി വലിയ വലിയ ആരോപണങ്ങളാണ്. സംസ്ഥാനത്തെ ഒരു ഭരണകക്ഷി MLA ഇത്രയധികം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും തലയെടുപ്പോടെ നെഞ്ചെടുപ്പോടെ ഒരു ഭീതിയുമില്ലാതെ ആ ഉദ്യോഗസ്ഥൻ ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ്. ഈ സിസ്റ്റത്തിന്റെ ഭാഗമായി തന്നെ തുടരുകയാണ് എന്നുള്ളതാണ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം ആര്യ. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് രഞ്ജിത്ത്. PV അൻവർ നൽകിയ പരാതിയിൽ എന്തായാലും ഇന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട്, ചർച്ച ചെയ്യും. സംസ്ഥാന സമിതി അംഗവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ P ശശിക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. ആഭ്യന്തര വകുപ്പിനും പോലീസ് ഉന്നതർക്കും എതിരെയുള്ള പരാതിയും ഗൗരവത്തോടെ CPM നേതൃത്വം പരിഗണിക്കും. വിവാദങ്ങളിൽ സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി യോഗത്തെ അറിയിച്ചേക്കും. അതായത് വിശദമായ ചർച്ചയുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം തന്നെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ CPI നിർവാഹക സമിതിയിൽ ഇന്ന് ചർച്ചയാകും. തൃശൂർ പൂരം കലക്കിയത് പോലീസ് ഇടപെടലിലാണെന്ന ആരോപണം ഗൗരവത്തോടെയാണ് CPI കാണുന്നത്. ചർച്ചയിൽ ഉയർന്നുവരുന്ന പൊതുവികാരം CPI CPMനെ അറിയിക്കും. പാലക്കാട്, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ സംഘടനാ വീഴ്ചകളിലും ചർച്ചയുണ്ടാകും. എക്സിക്യൂട്ടീവ്